നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അഖിൽ NRTയുടെ ഭാര്യയായിരുന്ന പെൺകുട്ടി ഒളിച്ചോടി പോയി എന്നുള്ള വാർത്ത വരികയും അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ആ കുട്ടി തൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ആ കുട്ടി അതിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഇടുകയൊക്കെ ചെയ്യും. അതിനടിയിലേക്ക് ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ഫാദറിന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന, അതായത് റിയൽ ഫാദറിന്റെ സ്റ്റെപ്പ് ഫാദറും ഉണ്ട്, റിയൽ ഫാദറും ഉണ്ട്. റിയൽ ഫാദറിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരാളുടേതായിട്ടുള്ള ഒരു വോയിസ് നമ്മളെ ജിന്യൂസിന്റെ ചാനൽ വഴി ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ക്ലിപ്പുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പൊ ഈ സംഭവത്തിൽ ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാറിനാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാണ്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാൾ. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടുത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റിലെ ഇവര് തമ്മിൽ കൊടുത്തപ്പോൾ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോൾ അവർ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകൾ ഒളിച്ചോടിയതായിട്ടാണ് ഒളിച്ചോടിയത്. മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കിട്ടുന്നത്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ 2 അച്ഛന്റെ കീഴിൽ. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി 1 അച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് ഈ പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് 1ാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. പക്ഷെ അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുണ്ട്, അത്യാവശ്യം നല്ല പണവുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്ന ഞാൻ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനായി, പത്മകുമാറിന്റെ. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ പുള്ളിക്ക് തലവേദന പനിയൊക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, പത്മകുമാറിനോട് സംസാരിക്കാൻ പറ്റും. അതിനപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഞങ്ങൾ കോടതി പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു അവരുടെ കൂടെ പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൂടെ പോകാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞാൽ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്. എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. പക്ഷേ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൻഹാപ്പിയാണ്. ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാർ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട് കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ. സാധാരണ ചട്ടിയും കലവാകുമ്പോൾ തട്ടിമുട്ടി നോക്കി അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ല. ഈ അച്ഛന്റെ ഫ്രണ്ട് എന്ന് പറയും ഈ കുട്ടിയുടെ അച്ഛന്റെ 2 അച്ഛന്മാരുടെ കൂടെയും നിന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞപ്പം തൊട്ടേ അൺഹാപ്പിയാണെന്ന് പേരൻസിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പൊ ഈ കുട്ടി ഈ ആദ്യത്തെ അച്ഛന്റെ കൂടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ മറ്റേ ഒളിച്ചോടിപ്പോയ അനൂപ് എന്ന് പറയുന്ന ആ പയ്യനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ നമ്മുടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവിടെ ബസ്സിലായി. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നത് ഇതായി പോയി, പോയി. അങ്ങനെ നിരാശരാക്കി ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് ഒരു അച്ഛൻ മരിച്ചു പോയ, ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ല. 750 രൂപ. അപ്പം ഇത് ഒളിച്ചോടി പോയി എന്ന് പറയുന്ന കാര്യം സത്യമാണെന്നും 2 മണിക്കൂറിൽ തന്നെ ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയും കണ്ടുപിടിച്ച് പിറ്റേന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തിക്കുകയും അപ്പോൾ അവിടെ വെച്ച് ഈ അനൂപ് എന്ന് പറയുന്ന ആളോടൊപ്പം പോകാനാണ് കുട്ടിക്ക് ആഗ്രഹം എന്ന് പറയുക. അങ്ങനെ അവിടുന്ന് അതേപോലെ തന്നെ പോവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 10 ദിവസം മറ്റോ കഴിഞ്ഞതിന് ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത് എന്നാണ് ഈ പറയുന്ന ആള് പറയുന്നത്. സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതും സത്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. അഖിലുമായിട്ടുള്ള ഡിവോഴ്സ് മ്യൂച്വലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ മ്യൂച്വൽ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അനൂപിനെ വിവാഹം കഴിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വീട്ടുകാരായിട്ട് അത് ചെയ്തു കൊടുക്കോ ഇല്ല എന്നൊന്നും ആൾ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ പെൺകുട്ടിക്ക് അനൂപിനോടൊപ്പം പോകാനാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട്. അനൂപിന് ജോലി പെർമനന്റ് ആയിട്ടില്ല, അതൊരു ടെമ്പററി ആയിട്ടുള്ള ടെമ്പററി ആയിട്ട് KSRTCയിലുള്ള ജോലിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. മനോരമയിൽ വന്നിരിക്കുന്ന വാർത്ത പ്രകാരം ഈ കുട്ടി ഒളിച്ചോടി പോയിട്ടില്ല, അച്ഛന്റെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഈ കുട്ടി ഒളിച്ചോടി പോയത് സത്യമായ ഒരു വസ്തുത തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. നമുക്കപ്പോൾ ബാക്കി വോയിസ് റെക്കോർഡുകളൊക്കെ ഒന്ന് താൽക്കാലിക ജോലിയാണ്. ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. കൃഷ്ണന്റെ ജോലി അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി വേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയോട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അന്ന് പോകുന്നത്. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ.
ആ കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് തോന്നുന്നു 4 ദിവസം, 4-5 ദിവസം കുട്ടി വിളിച്ച് വന്ന് വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. ഇല്ല, അനുഭവമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ് അഖിലുമായിട്ടുള്ള ഡിവോഴ്സ് ഇന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതിന്റെ വാർത്തയാണ് വന്നിരിക്കുന്നത്. അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യരുതെന്ന് ഒരു എഗ്രിമെന്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അഖിലിന്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അഖിലിന്റെ അച്ഛന്റെ സ്വഭാവത്തിലോ എന്തൊക്കെയോ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുതെന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത് അവിടെ നടന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുറത്ത് ആകരുത് എന്നുള്ള രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അവർ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 4 ദിവസത്തിന് ശേഷം അനുവായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനു ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ അവളെ എത്ര ഫാമിലി ഫ്രണ്ടാണ്. ഈ പുള്ളി ഞാൻ രണ്ട് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാം വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗം ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യണമെന്ന് എഴുതി വെപ്പിച്ചു? കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ പല രഹസ്യങ്ങളും പുറത്ത് പറയും. ഒരു അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛനെ. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നമുണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയുടെ ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? ആ, വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖിൽ പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ. നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം. ഞാൻ പറഞ്ഞില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ പരിഹരിക്കുന്നു. അതിനായോ ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോട് അമ്മയോട് ഒരു പോകില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവിടെ വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അഖിലും നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവിൽ ഈ പെൺകുട്ടി പറഞ്ഞത് പ്രകാരം അഖിലിന് അച്ഛനെ പേടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ അതുകൊണ്ട് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യരുത് എന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അച്ഛൻ പറയുന്നത് അനുസരിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരു പയ്യനാണ് അഖില്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ പേരൻസിനെ അത് ഇപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അഖിലോ അച്ഛനും എപ്പോഴും കൂടൊന്നും ഇല്ലല്ലോ. അഖിലോ അച്ഛനോ ഇല്ലാത്ത സമയത്ത് പേരൻസിനെ അറിയിക്കാമായിരുന്നു. അല്ലെങ്കിൽ പേരൻസ് അതിന് വില്ലിങ് അല്ല എങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ ഞാൻ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി നിന്ന് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം, അവരെ വിവരങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം ഈ കുട്ടി മ്യൂച്വലി ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ ഡിവോഴ്സിനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം വളരെ ഒരു ആരെയും ഇപ്പം ഈ കാലഘട്ടത്തിൽ ആർക്കും ഒരു ഭാരമായി, അതായത് ഭർത്താവിന് വേണ്ടാത്ത ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടാത്ത മരുമകളായി ജീവിക്കാനൊന്നും ആരെയും കമ്പൽ ചെയ്യുന്നില്ല. അതിനുള്ള നമ്മളെ നിയമവും അവർക്ക് അതിന് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് വന്ന് നിയമപരമായി തൻ്റെ ബന്ധം ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് സ്വതന്ത്രമായി ജീവിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു നാണക്കേടിലേക്ക് കുടുംബത്തിനെ കൊണ്ട് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്തത് പ്രകാരം നാണക്കേടുണ്ടായിരിക്കുന്നത് ഈ അഖിലിനും ഈ പെൺകുട്ടിക്കും മാത്രമല്ല, ഈ 2 കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. അപ്പം ഇങ്ങനൊരു നാണക്കേടിലേക്ക് പോകാതെ ഇപ്പം ഈ കുട്ടി സ്വന്തം അച്ഛൻ്റെ വീട്ടിൽ വന്ന് നിന്നതുപോലെ കുറച്ച് ദിവസം അന്നും നേരത്തെ ഈ കുട്ടി ഇതുപോലെ വന്നു നിന്നിട്ട് വിവരങ്ങൾ അച്ഛനെ അറിയിപ്പിക്കുകയും ഈ കുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു അച്ഛനാണ് കുട്ടിയുടെ റിയൽ ഫാദർ എന്നാണ് പറയുന്നത്. 2 അച്ഛന്മാർക്കും ഭയങ്കര സ്നേഹമാണെന്നാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞ് ഇതൊരു ലീഗലി ഒക്കെ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ടൊരു ജീവിതം തുടങ്ങാമായിരുന്നു. അതായിരുന്നുവെങ്കിൽ 2 പേർക്കും ഉണ്ടാകുന്ന ഈ നാണക്കേടുകളൊക്കെ ഒഴിവാക്കി അവർക്ക് സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.